നിങ്ങൾക്കറിയുമല്ലോ കോൺഗ്രസ് നിലപാട്. കോൺഗ്രസ് പ്രഖ്യാപിച്ചൊരു നിലപാട് നിങ്ങൾ എല്ലാവരും വായിച്ച് കേട്ടിട്ടുണ്ട്. അവർ പറഞ്ഞു എല്ലാവർക്കും അവർ സ്വന്തം വിശ്വാസത്തിന് പൂർണ്ണ അധികാരമുണ്ട്, ഞങ്ങൾ എല്ലാവരെയും ബഹുമാനിക്കും, എല്ലാ മതത്തെയും ബഹുമാനിക്കും, ഈ രാമക്ഷേത്രത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ബഹുമാനിക്കുക, അതൊന്നും പ്രശ്നമല്ല. പക്ഷേ ഈ അവസരം ഈ 22-ാം തീയതി നടക്കുന്ന ചടങ്ങ് ഒരു രാഷ്ട്രീയ വേദി പോലെയാണ് നടത്തുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ വ്യക്തികളെ ക്ഷണിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതിൽ പങ്കെടുക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എനിക്ക് തോന്നുന്നു പലവരും വേറെ അവസരങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ഈ ക്ഷേത്രത്തിൽ മറ്റേ ക്ഷേത്രങ്ങളിലൊക്കെ പോകാറുണ്ട്, ഇനി പോവുകയും ചെയ്യും. എനിക്ക് തോന്നുന്നു ഈ തവണ ഇതിൻ്റെ ഒരു രീതി തന്നെ ഇതിൽ ചില ബുദ്ധിമുട്ടുകളും തെറ്റുകൾ കാണുന്നുണ്ട്. അല്ല, ഞാൻ സ്വാഭാവികമായിട്ട് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് വലിയ പബ്ലിസിറ്റി ഒന്നും കൊടുക്കില്ല. അവസരം വരുമ്പോൾ ഞാൻ പോവും. നാളത്തെ പ്രോഗ്രാം അനുസരിച്ചിട്ട് സമയം കിട്ടുമ്പോൾ എനിക്ക് എല്ലാവരുടെയും പോകാൻ ഇഷ്ടമാണ്. ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്, ഞാൻ രാഷ്ട്രീയം കളിക്കാനല്ല. അതാണ് ഞാൻ നേരിട്ട് പറയുന്നത്. ഈ കാര്യത്തിലൊക്കെ നമ്മൾക്ക് ഒരു കാര്യം, എല്ലാ വ്യക്തികൾക്കും അവരുടെ സ്വകാര്യ വിശ്വാസങ്ങളും അവരുടെ ആ ദൈവത്തിൻ്റെ ഒപ്പമുള്ള ഒരു ബന്ധം ഓരോരു വ്യക്തിക്ക് ഒരു പേഴ്സണൽ കാര്യമാണ്. അതിനെക്കുറിച്ച് ഞാൻ ആരുടെയും വിശ്വാസത്തിനെ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. അതുപോലെ തന്നെ എൻ്റെ വിശ്വാസം എൻ്റെയാണ്, ഞാൻ അതിൽ വിടുന്നു. അത് അത്ര സംസാരിച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു തോന്നൽ. പക്ഷെ നാളെ 22-ാം തീയതി ഈ സർക്കാർ പല കാര്യങ്ങൾ ചെയ്തിരിക്കുന്നതിനെക്കുറിച്ച് സംശയമുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ അറിയാം, നാളെ ഡൽഹിയിലത്തെ എല്ലാം വെച്ച് പ്രധാനപ്പെട്ട ആശുപത്രി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, അവരുടെ വെളിയിൽ പാതിയിലും കൂടി എടുക്കുന്ന അസുഖമുള്ള ആൾക്കാർ സ്ഥലം കിട്ടാൻ കാത്തിരിക്കുന്ന സമയത്ത് ആ ആശുപത്രി നാളെ 2:30 മണി വരെ അടച്ചിരിക്കണം. ഇതൊക്കെ ശരിയാണ്. ആൾക്കാർ ആരോഗ്യത്തിന് വേണ്ടി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കും. പക്ഷേ ആ പ്രാർത്ഥനയുടെ മറുപടി കിട്ടുന്നത് ഒരു ആശുപത്രി കയറിയിട്ടാണ്. ഈ ആശുപത്രി കൂടി അടച്ചു വെച്ചാൽ എന്താ ഇതിൻ്റെ അർത്ഥം? ജനങ്ങളെക്കുറിച്ചൊരു ചിന്ത വേണ്ടേ? എത്ര ആൾക്കാർക്കാണ് ബുദ്ധിമുട്ടും വിഷമം ഉണ്ടാകുമ്പോൾ? ചിലവർക്ക് ഒരു പക്ഷേ എയിംസിനെ പോലൊരു സ്ഥാപനം അടച്ചിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ മരണം കൂടി സംഭവിക്കാൻ സാധിക്കും ആ സമയത്ത്. പലവർക്കും എമർജൻസി സിറ്റുവേഷൻ്റെ മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിക്കാത്തൊരു തീരുമാനമാണ്. നമ്മൾക്ക് മനസ്സിലായി ചിലവർക്ക് ഇതൊരു വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഞങ്ങൾ ആരും അതിനെ ഒരു കുറ്റം പറയുന്നില്ല. പക്ഷേ നമ്മുടെ രാജ്യത്തിൽ അസുഖമുള്ള ആൾക്കാരെ നമ്മുടെ ഡൽഹിയിൽ തലസ്ഥാനത്തിലത്തെ പ്രധാനപ്പെട്ട ആശുപത്രിയിൽ കയറ്റാൻ സാധിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട്. ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ചിലവർ കോടതി പോയിട്ട് ഇതിനെ ചാലഞ്ച് കൂടി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞായറാഴ്ച കാരണം എന്ത് കോടതി തീരുമാനിക്കാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇത് ശരിയല്ല എന്നാണ് ഞാൻ സർക്കാരിനെ അഭ്യർത്ഥിക്കുന്നത്. ദയവ് ചെയ്തിട്ട് ഈ തീരുമാനമെങ്കിലും പിൻവലിക്കും. ആസ്പത്രികളെ അടയ്ക്കരുത് ഈ സമയത്ത്. പ്രാർത്ഥിക്കാൻ ആവശ്യമുള്ളവരോ അല്ലെങ്കിൽ ടെലിവിഷനിൽ ഈ ചടങ്ങ് കാണാൻ ആവശ്യമുള്ളവർ എല്ലാവർക്കും ആ സാധ്യത എപ്പോഴും ഉണ്ടല്ലോ. പക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന, അസുഖം അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഇത് ചെയ്യരുതെന്നാണ് എൻ്റെ അഭ്യർത്ഥന. അങ്ങ് സംസാരിക്കുന്ന ഒരു വിശാലമായ കാഴ്ചപ്പാടോടെയാണ് അങ്ങ് സംസാരിക്കുന്നത്. പക്ഷേ ഈ ഒരു കാഴ്ചപ്പാട് കോൺഗ്രസിലെ പല നേതാക്കൾക്കും കാണുന്നില്ലല്ലോ. പക്ഷേ ഈ രാമക്ഷേത്ര നിർമ്മാണം അതൊരു രാഷ്ട്രീയമായി തന്നെ കാണുമ്പോഴും പക്ഷേ അത് കോൺഗ്രസിനൊരു തിരിച്ചടിയാകും തോന്നുന്നില്ല. ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ രാമക്ഷേത്രം വലിയ പ്രചണ്ഡ പ്രചരണമായി ഈ BJP ഏറ്റെടുക്കുന്നുണ്ട്. ഈ കേരളത്തിലെ ചില മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി ഒരു നിലപാടെടുത്തു എന്നൊരു വിമർശനം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു ശരിയായ കീഴ്വഴക്കമാണെന്ന് തോന്നുന്നുണ്ടോ? ഞാൻ വലിയ വിമർശനമൊന്നും കേട്ടിട്ടില്ല. നമുക്ക് പല മുസ്ലിം സുഹൃത്തുക്കളുണ്ട്, പല മുസ്ലിം സ്ഥാപനങ്ങൾ ഞങ്ങളുടെ ഒപ്പം എല്ലാ ദിനവും സഹകരിക്കുന്നതാണ്. ആരും അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു വിമർശനം പറഞ്ഞിട്ടില്ല. അതുമാത്രമല്ല, നമ്മൾക്ക് ഈ ക്ഷണത്തിനെ കുറിച്ച് തന്നെ മനസ്സിലാക്കി ഏത് മറുപടി കിട്ടിയാലും വല്ല ഭാഗത്ത് ദോഷമുണ്ടാകും. പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും നിങ്ങൾ BJP ഒരു കയ്യിൽ പോയി വീണത്. പോയിട്ടില്ലെങ്കിൽ ആൾക്കാർ പറയും അയ്യോ ഒരു വിരോധിയാണോ, അങ്ങനെ ഒരു സംസാരം ഉണ്ടാകും. അപ്പോൾ അവസാനത്തിൽ നമ്മളുടെ പാർട്ടി ഇഷ്യൂ ചെയ്ത സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ അവർ പറഞ്ഞിരിക്കുന്നത് വെറും ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ട് മാത്രമാണ്. പ്രധാനമന്ത്രി പോകുന്നു, ഒരു രാഷ്ട്രീയ ചടങ്ങ് പോലെ നടത്തുന്നു, അതിന് ഞങ്ങൾ പങ്കെടുക്കുന്നില്ല. പക്ഷേ വിശ്വാസത്തെക്കുറിച്ചോ ക്ഷേത്രത്തെക്കുറിച്ചോ വേറെ ഒരു അഭിപ്രായം ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഞാൻ എപ്പോഴും പറയും നമ്മൾക്കൊരു നിലപാടുണ്ടായിരുന്നു. സുപ്രീം കോടതിയുടെ ഒരു തീരുമാനം വന്ന ശേഷം അത് രാജ്യത്തിൻ്റെ തീരുമാനമെന്നായി മാറി വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു തർക്കമില്ല, മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് കാണാനുള്ളത് നമ്മളുടെ എല്ലാ വിഷയത്തെക്കുറിച്ച് വ്യക്തികൾക്ക് അഭിപ്രായം ഉണ്ടാവാം. പക്ഷേ ഈ വിഷയത്തിൽ നിങ്ങളുടെ ചോദ്യം നാളത്തെ ചടങ്ങിൽ കോൺഗ്രസ് എടുക്കണ്ടേ? എൻ്റെ അഭിപ്രായത്തിൽ അതിനെക്കുറിച്ച് പാർട്ടി അവരുടെ പൊസിഷൻ, നിലപാട് നന്നായിട്ട് എഴുതി നിങ്ങൾ എല്ലാവർക്കും എത്തിച്ചു കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഇനി വീണ്ടും പറയാൻ ആവശ്യമില്ല. രാമക്ഷേത്രത്തിലൂടെ BJP വെട്ടി മുന്നോട്ട് പോകുമ്പോൾ
നമ്മുടെ ഈ പ്രകടന പത്രിക അല്ലെങ്കിൽ മാനിഫെസ്റ്റോയിലൊക്കെ ഇനി എത്ര പ്രസക്തി ഉണ്ടാകും? നോക്കൂ, നമ്മൾക്ക് ഒരു സംശയവുമില്ല, ബി ജെ പിയുടെ ഉദ്ദേശം എപ്പോഴും രാഷ്ട്രീയം തന്നെയായിരുന്നു. ജാനുവരി 22 അവർ പ്രധാനമന്ത്രി പോയിട്ട് രാമജന്മഭൂമി ക്ഷേത്രത്തിനെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞിട്ട് 14 ഫെബ്രുവരി അത് കഴിഞ്ഞിട്ട് അബുദാബിയിൽ ഒരു ഹിന്ദു ക്ഷേത്രത്തിനെ ഉദ്ഘാടനം ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ വിളിക്കുന്നതാണ് എൻ്റെയും വിശ്വാസം. ഞാനിത് എഴുതി തുറന്ന് പറഞ്ഞൊരു അഭിപ്രായമാണ്, ഞാൻ അതിൽ തന്നെ നിൽക്കുന്നു. അവരുടെ എന്താ ഇത് പറ്റിയ 2014 അദ്ദേഹം മത്സരിച്ചത് വികസനത്തിൻ്റെ പേരിലാണ്. അദ്ദേഹം പറഞ്ഞു, പിന്നെ ഞാൻ ഗുജറാത്തിനെ ഒരു പ്രോസ്പെറസ് സ്റ്റേറ്റ് ആക്കിയ പോലെ അതുപോലെ ഭാരതത്തിനെ ആക്കുമെന്ന് പറഞ്ഞു. അത് നടന്നില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാം, 2016 വന്ന നോട്ട് നിരോധനമൊക്കെ വന്ന ശേഷം ആൾക്കാർ എന്തൊക്കെ കഷ്ടം അനുഭവിച്ചു, എന്തൊക്കെ നഷ്ടങ്ങൾ അനുഭവിച്ചു. ഇതെല്ലാം സംഭവിച്ച കാരണമാണ് അവസാനത്തിൽ അദ്ദേഹത്തിന് കഥ മാറ്റേണ്ടി വന്നത്. 2019 ഭാരതത്തിനെ സംരക്ഷിക്കാൻ ഇറങ്ങിയിരിക്കണമെന്ന് പറഞ്ഞിട്ടും പിന്നെ പാകിസ്ഥാനിൻ്റെ ഇതിൽ പിന്നെ എയർ സ്ട്രൈക്കൊക്കെ അടിച്ചിട്ടാണ് അദ്ദേഹം, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിലാണ് അദ്ദേഹം വടക്കൻ ഭാരതത്തിൽ പ്രത്യേകിച്ച് ജയിച്ചത്. ആ രണ്ടും നടക്കില്ല. കാരണം അത് കഴിഞ്ഞ ശേഷമാണ് ചൈനക്കാർ നമ്മൾക്കൊരു തിരിച്ചടി തന്നത്. അപ്പോൾ ആ ഭൂമിയും കൂടി എടുക്കാൻ സാധിക്കാത്ത ഒരു സർക്കാർ എങ്ങനെ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കും? അപ്പോൾ അവർ വികസന വിഷയത്തിലും പരാജയപ്പെട്ടു. ആ സ്ലോഗൻ അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. നാഷണൽ സെക്യൂരിറ്റിയെക്കുറിച്ച് അവർക്ക് പറയാനുള്ള അവകാശമില്ല. എല്ലാവരും ചൈന ചൂണ്ടിക്കാണിക്കും. അപ്പോൾ എന്താ ഒരൊറ്റ വിഷയമേ ബാക്കിയുള്ളൂ. അവരുടെ ഒറിജിനൽ കോസ് എന്താണത്? ഹിന്ദു ഹൃദയ സമ്രാട്ട് എന്ന് പറഞ്ഞ് നടക്കാൻ പോവുകയാണ്. അതായിരിക്കും അവരുടെ പ്രചരണം, നിങ്ങൾക്ക് ഒരു സംശയവുമില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ചിലവർക്ക് വോട്ട് ചെയ്യാൻ തോന്നിയാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ, അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് ചൂണ്ടിക്കാണിക്കാനും ചോദിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അവരുടെ എല്ലാ ദിനത്തിലുള്ള ജീവിതത്തെക്കുറിച്ചാണ്. നിങ്ങൾ 10 വർഷം മുമ്പ് ഒരു തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വോട്ട് ചെയ്തവർ, നിങ്ങൾക്ക് തൊഴിലുണ്ടോ? നിങ്ങൾക്ക് 10 വർഷം മുമ്പ് നിങ്ങൾ ഓരോരോ ഭക്ഷണങ്ങൾ കഴിക്കാൻ ഒരു നിങ്ങളുടെ ഒരു ഹാബിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വിലക്കയറ്റുന്ന കാരണം നിങ്ങൾക്കിപ്പോൾ ഒരേ ഭക്ഷണം കഴിക്കാനുള്ള കാശുണ്ടോ നിങ്ങളുടെ പോക്കറ്റിൽ? സർക്കാർ വലിയ വളർച്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗുണം നിങ്ങളോ നിങ്ങളുടെ കുടുംബം അനുഭവിച്ചിട്ടുണ്ടോ? ഇതൊക്കെയല്ലേ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഞങ്ങൾ പറയുന്നു, ജനങ്ങൾ അവസാനത്തിൽ വോട്ടിടുന്നത് ദൈവത്തിന് വേണ്ടിയിട്ടല്ലല്ലോ, ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ. ആ പാർട്ടി എങ്ങനെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്, എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സാധാരണ ഭാരതീയരുടെ ഓരോരോ ദിനത്തിൻ്റെ ജീവിതത്തിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചിരിക്കുന്നത്, അതാണ് ചോദ്യം. അതിൻ്റെ ഉത്തരം ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾക്കായിരിക്കും അനുകൂലം. പക്ഷേ അത് നമ്മൾ കണ്ടിട്ട് പറയാം.